എൻ്റെ പേര് അനസ്. ഞാൻ നിങ്ങളെ തൊട്ടടുത്ത സബ് ജില്ലയിൽ പരപ്പനങ്ങാടി സബ് ജില്ലയിലെ ചിറമംഗലം സ്കൂളിലെ അധ്യാപകനാണ്. ഈ സ്കൂളിലെ ശ്രീജിത്ത് അടക്കമുള്ള പ്രവീൺ മാഷ് അടക്കമുള്ള ഒരുപാട് ആൾക്കാർ പരിചയമുണ്ട്. എൻ്റെ കൂടെ വന്നത് സിയാദ്, തിരുത്തിയാട് സ്വദേശിയാണ്. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് കഴിഞ്ഞു, ഓൺലൈൻ സർവീസുമായിട്ട് മുന്നോട്ട് പോകുന്നു. മലപ്പുറം ജില്ലാ ഡ്രോമ അക്കാദമിയുടെ പരിശീലനമാണ്. സഹായിയായിട്ട് നിങ്ങളുടെ നാട്ടുകാരനും കൂടിയായ സെയ്തുക്ക, ഞങ്ങളങ്ങനെയാണ് പരിചയപ്പെടുത്തൽ. അദ്ദേഹം ഈ സ്കൂളിലും ഇന്നലെയും ഈ മേഖലയിലൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്താണ് ജീവൻ രക്ഷാ പരിശീലനം? എന്താണ്? നിങ്ങളെല്ലാവരുടെ കയ്യിലും ഒരു പുസ്തകവും പേനയുണ്ട് അല്ലേ? നമുക്ക് തൽക്കാലം അത് അടച്ചു വെക്കാം. കാരണം എന്താണെന്നറിയോ? ജീവൻ രക്ഷാ പരിശീലനം വല്ലതും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അപകടം കണ്ടാൽ ആളെടുത്തേക്ക് പുസ്തകത്തിൻ്റെ അടുത്തേക്ക് പോവുക. ആദ്യം എന്ത് വേണോ? ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് എവിടെ എഴുതി വെച്ചത്? അപ്പോൾ ആര്യത്തേക്ക് ആദ്യം പോവുക. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ മൈൻഡിൽ സെറ്റാക്കി വെക്കാം. റെഡിയാണോ? ആ പുസ്തകം ഇപ്പോൾ എടുക്കണ്ട, ആവശ്യം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എടുക്കാം. എന്താ ഒരു ജീവൻ രക്ഷാ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറഞ്ഞോളൂ. ഇത്തരം ഒരു ക്ലാസ് കൊണ്ട് നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത്? SPCൻ്റെ കുട്ടികൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. ഓക്കെ, എന്താണ് ഈ ഒരു പരിശീലനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ പറഞ്ഞോളൂ. ആരും പറയുന്നില്ല. എന്താ ജീവൻ രക്ഷ? എൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം അല്ലേ? ഫസ്റ്റ് എയ്ഡ് എന്താ? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രഥമ, അത് ആദ്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പറയാൻ. ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് എയ്ഡ് എന്താണ്? ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ എന്ന് മനസ്സിലായി. ഞാൻ ആദ്യം സ്രൂ ആണ്, അത് ഷൂ ആണെന്ന് ചോദിച്ചാൽ ആ സൈലൻ്റ് ആവും ചെയ്യും മൊത്തം. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ BLS. BLS എന്ന് പറഞ്ഞാൽ ബേസിക് ലൈഫ് സപ്പോർട്ട്. ആർക്കാണ്, എത്ര ആളുകൾക്കാണ് ഇങ്ങനൊരു സഹായം വേണ്ടി വരിക? ഏതൊക്കെ അപകടം അല്ലെങ്കിൽ ഏതൊക്കെ അസുഖം? നമ്മൾ സാധാരണ കേൾക്കാറുള്ള കുഴഞ്ഞു വീണു മരിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കുട്ടി SSLC പരീക്ഷ എഴുതി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ കുഴഞ്ഞു വീണു മരിച്ചത്. വായിച്ചോ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? കുഴഞ്ഞു വീണു മരിച്ചു എന്ന് നമ്മൾ കേൾക്കാറുണ്ടോ? ഇല്ലേ? ഉണ്ട്. എന്താ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുക? എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമ്മൾ സാധാരണ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടു, അല്ലെങ്കിൽ മറിഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടു, നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഒരാൾക്ക് എഴുന്നേറ്റ് പറയാം. ആരെങ്കിലും ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടു നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഒരു താഴെ മറിഞ്ഞ് വീഴുന്നത് കണ്ടു, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും? ഞാൻ ഓരോരുത്തരോട് ചോദിക്കണോ? അത് വേണ്ട, എന്നാൽ ഒരാൾക്ക് എഴുന്നേറ്റ് പറയാം. ആരാ പറയുന്നത്? കേൾക്കുന്നില്ല. നമ്മൾ ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടു, ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യും? മൈക്ക് വേണമെങ്കിൽ മൈക്ക് തരാം, ആർക്കെങ്കിലും പറയണം, അവസരമുണ്ട്. TV-യിലൊക്കെ വരും, വേഗം വാങ്ങി വായിച്ചോളൂ. ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടു, SPCൻ്റെ കുട്ടികൾ അല്ലെ സ്കൗട്ട് ഗേൾസിൻ്റെ കുട്ടികൾ, നിങ്ങൾ പറയും, നിങ്ങളെ മുന്നിൽ ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഞാൻ അതിൻ്റെ ശാസ്ത്രീയമൊന്നും ചോദിച്ചിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യും? മോള് പറഞ്ഞോ? മാഷ മൈക്കോട് കൊടുക്കും. മാഷേ മൈക്കോട് കൊടുക്കും. ഇവിടെ മൂന്നാമത്തെ ആൾ പറഞ്ഞ മോള് എന്നിട്ട് ഗുഡ്, വെരി ഗുഡ്. ഒരു നല്ലൊരു കയ്യടി കൊടുത്താട്ടെ. അയ്യോ, ഓക്കെ, മോള് പറഞ്ഞു. ഒരാൾ വീണ് കിടക്കാണ്. അപ്പോൾ ആദ്യം നമ്മളെവിടെ പോകും? വെള്ളം എടുത്ത് കൊണ്ടുവന്നാൽ വെള്ളം കൊണ്ടുവന്നു, മുഖത്ത് കുടയും. വീണ് കിടക്കുന്ന ആൾ മുഖത്ത് കുടഞ്ഞു. ഓക്കെ, പിന്നെ അതോടുകൂടി എണീറ്റ് വിടുവോ? ഇല്ല, അടുത്ത് പറഞ്ഞോ, ശരിയാണ്. പിന്നെ ബാക്കിയുള്ള വെള്ളം മോളിരുന്നോളൂ. ബാക്കിയുള്ള വെള്ളം എന്ത് ചെയ്തു? കുടിക്കാനും കൊടുത്തു. ഇതൊക്കെ ചെയ്യൽ ഈ കിടക്കുന്ന ആളെ കടന്നോർത്ത് വെച്ചിട്ടാണോ? അല്ല. അപ്പോൾ ആദ്യം എന്തോന്ന് തെറ്റി. ആദ്യം എന്ത് ചെയ്യും? അയാൾ അവിടുന്ന് എഴുന്നേൽപ്പിക്കും. നമ്മൾ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് എയ്ഡിലെ ഏറ്റവും ഗുരുതരമായ 3 തെറ്റുകളാണ് ഇതൊക്കെ. അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് ട്രെയിനിങ് അത്യാവശ്യമാണെന്ന് മനസ്സിലായി അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അയാൾ കുഴഞ്ഞു വീഴുന്നു, അല്ലെ തളർന്നു വീഴുന്നു, തലമിന്നി വീഴുന്നു, ബോധം കെട്ട് വീഴുന്നു, എങ്ങനെയാലും വീഴുന്നു. എന്തുകൊണ്ടാണ്
ഒരാൾ വീഴാനുള്ള കാരണം? എന്തുകൊണ്ടാണ് വീഴുന്നത് അറിയോ? ശ്രദ്ധിച്ചോളൂ. കൃത്യമായി ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ രക്തചംക്രമണം അല്ലേ, എവിടേക്ക് എത്തുന്നില്ല? ബ്രെയിനിലേക്ക് എത്താത്ത സമയത്ത് ശരീരം നൽകുന്ന ആദ്യത്തെ ഫസ്റ്റ് എയ്ഡാണ് ഇയാളുടെ ബ്രെയിൻ എങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. എങ്ങോട്ട് കൊണ്ടുവരിക? ഏതുപോലെയെന്നറിയാം നമ്മൾ. ഇപ്പോൾ നിങ്ങളെ കയ്യിലൊരു കുപ്പി കൊണ്ടുവന്നു, വെള്ളമായിട്ട് കൊണ്ടുവന്നു അല്ലേ, അതൊരു ജ്യൂസാണെന്ന് സങ്കല്പിച്ചോളൂ. എന്നിട്ട് അതിലൊരു സ്ട്രോ ഇടുക. പക്ഷേ ആ സ്ട്രോ പകുതി വലിപ്പമേ ഉള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ കുടിക്കുക? ആ സ്ട്രോ ഉപയോഗിച്ച് ആദ്യം വലിച്ചു കുടിക്കും. അത് പകുതിയായി കഴിഞ്ഞാൽ ഇനി ആ കുപ്പി എന്താ ചെയ്യുക? കുപ്പിനെ എന്ത് ചെയ്യൂ? ചെരിച്ചു കൊണ്ടുവരും. എന്തിനു വേണ്ടിയിട്ട്? സ്ട്രോയിലേക്ക് എന്ത് കിട്ടാൻ? ഇതേപോലെ ഏറ്റവും മുകളിലുള്ള ബ്രെയിനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ എത്താത്ത സമയത്ത് ബ്രെയിനിനെ ശരീരം തന്നെ എന്ത് ചെയ്യാണ്? ചെരിച്ച് കൊണ്ടുവന്ന് എവിടെ കൊണ്ടുപോയി കടത്തി? താഴെ കടത്തി. ഇതാണ് മനുഷ്യൻ വീണ് കിടക്കുന്നത്. ഈ മനുഷ്യനെ പിടിച്ചിട്ട് ആ തലഭാഗം പിടിച്ച് ഉയർത്തിയാലോ? പാടുണ്ടോ? ഇല്ലയോ? എന്നാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിൽ വെച്ചിട്ടുള്ള ഒരു ഡാൻസ് കണ്ടിരുന്നോ? കണ്ടിട്ടില്ല? ഒരു ലുങ്കി ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 46 വയസ്സുള്ള ഉനേസ് എന്ന് പറയുന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, കളിയിലെ ഇടയിൽ അയാൾ ഇങ്ങനെ കുഴഞ്ഞു വീഴാണ് അല്ലേ. ഒരുപാട് അഭ്യസ്ത വിദ്യരായ ഉദ്യോഗസ്ഥരൊക്കെ അടക്കുന്ന ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടാണ് കുഴഞ്ഞിങ്ങനെ വീണത്. സ്വാഭാവികമായും നമ്മൾ ചെയ്ത പോലെ തന്നെ ആളുകൾ ഓടിയെത്തി ആ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എന്ത് ചെയ്തു? ഇയാളുടെ 2 കൈകളും പിടിച്ച് ഇയാളെ എഴുന്നേൽപ്പിച്ചു. പിന്നെന്താ നമുക്കറിയില്ല. പിറ്റേ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു, ഉനൈസ് ഓണാഘോഷ പരിപാടിക്കിടെ എന്ത് സംഭവിച്ചു? കുഴഞ്ഞു വീണു മരിച്ചു. ഉനൈസ് മരണപ്പെട്ടു. 2 കഴിഞ്ഞ ഒരു മാസം മുമ്പ് നിങ്ങൾ ന്യൂസിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു അക്ഷയ സെൻറ്ററിൽ പോയ ഒരു 19 വയസ്സായ ഒരു പെൺകുട്ടി അല്ലേ, ഓൺലൈനിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അസ്വസ്ഥതയോട് കൂടി നേരെ ബാക്ക് സീറ്റിലേക്ക് വന്നു. സീറ്റിലിങ്ങനെ ഇരുന്ന തൊട്ടടുത്തുള്ള ആളോട് കുറച്ച് വെള്ളം ചോദിക്കുന്നുണ്ട്. വെള്ളം കയ്യിൽ വാങ്ങുന്നുണ്ട്. ആ കുപ്പിയുടെ മൂടി ഊരിയതിന് ശേഷം കയ്യിലുള്ള വെള്ളം വായിലെത്തുന്നതിന് മുൻപേ ഈ പെണ്ണിങ്ങനെ, ഈ 19 വയസ്സായ മോള് ഇങ്ങനെ തളർന്നു പോവുകയാണ്. ആരെയും കണ്ടിട്ടുണ്ടോ ആ വീഡിയോ? തളർന്നു പോകുന്ന ഈ മോളെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിർത്തി കൊടുത്തു. ഉടനെ ആളുകൾ ഓടി വണ്ടി കൊണ്ടുവന്നു, ആംബുലൻസ് കൊണ്ടുപോയി. പിറ്റേ ദിവസം നമ്മളും പത്രത്തിൽ വായിച്ചു, 19 വയസ്സായ പൊന്നുമോള് കുഴഞ്ഞു വീണ് മരിച്ചു. ശരിക്കും വീണിട്ടുണ്ടോ? വീഴാൻ പോലും ആരും സമ്മതിച്ചിട്ടില്ല. സ്നേഹനിധികളായ നമ്മൾ സമ്മതിച്ചിട്ടില്ല. ശരിക്കും ഇയാൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഇയാളുടെ തല എവിടെ വരേണ്ടിയിരുന്നു? ഇയാൾക്ക് അവിടെ കിടക്കാനുള്ള അവസരം കൊടുക്കണമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? കൃത്യമായിട്ട് എന്ത് വരണം? ബ്ലഡ് എവിടേക്ക് എത്തണം? ബ്രെയിനിലേക്ക് എത്തണം. ഇനി മൂന്നാമതൊന്നും കൂടി പറയാം. ഒരു ജ്വല്ലറിയിൽ വെച്ചിട്ട്, ഒരു ക്യാഷ് കൗണ്ടർ മുന്നിൽ വെച്ചിട്ട് ഒരാളിങ്ങനെ പണം എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ ടേബിളിലേക്ക് ഇങ്ങനെ തളർന്നിങ്ങനെ വരികയാണ്. ഉടനെ ക്യാഷ്യർ നേരെ ചാടി വന്നു. ഈ ഇരുന്ന മനുഷ്യനെ നേരെ കൊണ്ടുപോയി കിടത്തി ചില ഫസ്റ്റുകൾ കൊടുത്തു. അത്ഭുതം, 2ാമത്തെ മിനിറ്റിൽ ഈ മനുഷ്യൻ എഴുന്നേറ്റിരുന്നു, സ്വന്തമായിട്ട് വെള്ളം കുടിച്ചു. എന്താ ഇത് 3 തമ്മിലുള്ള വ്യത്യാസം? 2 എവിടേക്ക് പോയി? കുഴഞ്ഞു വീണ് മരിച്ചു എന്ന ഓമന പേരിലേക്ക് മാറ്റി നിർത്തിയ വനത്തിലേക്ക് പോയി. ഈ 3ാമത്തെ ആൾക്ക് എന്താ സംഭവിച്ചത്? ഇരുന്ന മനുഷ്യനെ കുഴഞ്ഞു വീഴാൻ അനുവദിച്ചു. എന്തുവഴി? അയാളെ കൊണ്ടുപോയി താഴെ കടത്തി. നിർത്തിയില്ല. അവിടെ കിട്ടേണ്ട ചില ഫസ്റ്റ് എയ്ഡുകളുണ്ട്, അത് കൊടുത്തതിൻ്റെ പേരിൽ അയാൾ രക്ഷപ്പെട്ടു. എങ്കിൽ മുന്നേ പറഞ്ഞ 2 സംഭവം എന്ത് കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു? ഫസ്റ്റ് എയ്ഡ് കിട്ടിയിരുന്നെങ്കിൽ 2 ജീവൻ നമുക്ക് തിരിച്ചെടുക്കാമായിരുന്നു. എൻ്റെ കൂടെ വന്ന സിയാദ്, സമയമുണ്ടെങ്കിൽ അവൻ അനുഭവം വരും. 22 വയസ്സായ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിട്ട് മരിച്ചെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആൾക്കാരുടെ മുന്നിൽ കൃത്യമായി ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിൻ്റെ പേരിൽ ഇപ്പോഴും ആ കുട്ടി സുന്ദരമായിട്ട് ആ വീട്ടിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ഫസ്റ്റ് എയ്ഡ് എപ്പം കിട്ടണം? ഏറ്റവും ആദ്യം അവിടെ എത്തിപ്പെടുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞെങ്കിലോ. നമുക്ക് ഫസ്റ്റ് എയ്ഡ് എവിടുന്നാ കിട്ടല്? ഹോസ്പിറ്റലിൽ. ഫസ്റ്റ് എയ്ഡ് എവിടുന്നാ കിട്ടല്? പക്ഷേ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഇയാൾക്ക് എന്ത് കിട്ടണം? ഫസ്റ്റ് എയ്ഡ് കിട്ടിയാലേ ഇയാളുടെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ശരിക്കും ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് ആര് പരിശീലിക്കേണ്ടതാ? നമ്മൾ എല്ലാവരും. കാരണം അപകടം സംഭവിക്കില്ല എവിടെ വെച്ചിട്ടാ? നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ അല്ലേ, പബ്ലിക്കിൽ വെച്ചിട്ടാണ് അപകടം സംഭവിക്കുന്നത്. നമ്മൾ അപകടം സംഭവിച്ചാൽ നേരത്തെ പറഞ്ഞമാർ നേരെ അയാളെ കൈയും കാലും പിടിച്ച് എഴുന്നേൽപ്പിക്കും, വേഗം വെള്ളം കുടയും, ബാക്കിയുള്ള വെള്ളം കുടിക്കാനും കൊടുക്കും. ഉടനെ വണ്ടി വരും, ഏറ്റവും സ്പീഡിൽ എവിടേക്ക് പോകും? ആശുപത്രിയിൽ. അവിടുന്ന് ഡോക്ടർമാർ പറയും, സോറി കേട്ടോ, നിങ്ങൾ എത്താൻ കുറച്ച് എന്തായിപ്പോയി, വൈകിപ്പോയി. ഒരു 5 മിനിറ്റെങ്കിലും നേരത്തെ എത്തിയിരുന്നെങ്കിൽ നമുക്ക് എന്താ ചെയ്യാമായിരുന്നു? വെറുതെ പറയാം,
നിങ്ങൾ 10 മിനിറ്റ് നേരത്തെ കൊണ്ടായാലും ഇനി എന്തേ പറയുള്ളൂ, കുറച്ചും കൂടിയും. ഒരു അച്ഛൻ തെങ്ങുമെന്ന് വീണിട്ട് മകനെടുത്ത് വണ്ടിയിൽ പരമാവധി സ്പീഡിൽ ഹോസ്പിറ്റലിലേക്ക് ഓടി. ഹോസ്പിറ്റൽ ഡോക്ടർ ഓനോടും പറഞ്ഞല്ലോ, സോറി കേട്ടോ മോനെ, കുറച്ചും കൂടി നേരത്തെ കൊണ്ടുവണ്ടിയിരുന്നു. ഈ മോൻ പറഞ്ഞത്ര അച്ഛൻ വീണ് കിട്ടിയാലല്ലേ കൊണ്ടുവരാൻ പറ്റുക. കാരണം താഴെ വീണ ഉടനെ എവിടെ എത്തിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞത്? നിങ്ങൾക്ക് കിട്ടിയത് മുതൽ, നിങ്ങളൊരു അപകട സ്ഥലത്ത് എത്തിയത് മുതൽ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കും ഇനി എന്ത് ചെയ്യാമില്ല. ഇയാൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ? ബ്രെയിൻ എന്താണെന്നറിയാലോ, അത് ഡെത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഇയാൾക്ക് എന്ത് സംഭവിക്കരുത്, ബ്രെയിൻ ഡെത്ത് സംഭവിക്കരുത്. അതിനുവേണ്ടി മാത്രം ഞാൻ അതുമായി ബന്ധപ്പെട്ട ചെറിയ ചില അനാട്ടമി പറയാം. ആദ്യം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഭാഗത്തേക്ക് വരുന്നു. എന്താ, നമ്മളൊരാൾ ഓടിയെത്തി, അയാളെ ഇനി എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ആദ്യം കാരണം നിങ്ങൾ തന്നെ പറയും, എന്തുകൊണ്ട് എഴുന്നേൽപ്പിക്കേണ്ട? അയാൾക്ക് വേണ്ടത് എന്താ, കൃത്യമായി ബ്ലഡ് സർക്കുലേഷൻ എവിടേക്ക് വരലാണ്, ബ്രെയിനിലേക്ക്, അവിടെ കിടക്കട്ടെ. രണ്ടാമതാണ് നമ്മൾ എന്ത് ചെയ്തത്, വെള്ളം. എന്തിനാ വെള്ളം കുറഞ്ഞത്? എന്തിനാ സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, എന്തിനാ വെള്ളം കുറഞ്ഞത്? അയാളൊന്ന് ആക്റ്റീവ് ആക്കാൻ അല്ലേ, അയാളൊന്ന് ഉണർത്താൻ, അയാൾ റെസ്പോണ്ട് ചെയ്യണ്ടോ, ഞാൻ വിളിക്കുന്നത് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണോ? അതിനാണ് വെള്ളം കുറഞ്ഞത്. ഇയാൾ ഉറങ്ങാണോ ഇല്ല നമുക്കറിയോ, ഇയാൾ ബോധം കെട്ട് കിടക്കാണോ ഇല്ല നമുക്കറിയോ. അപ്പോൾ അതിന് എന്താണെന്ന് അറിയാനാണ് നമ്മൾ എന്ത് ചെയ്ത് വെള്ളം കുറഞ്ഞത്. ഇന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ പോകുമ്പോൾ, ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന അച്ഛൻ അല്ലെ ഉമ്മ അല്ലെ വാപ്പ ഇങ്ങനെ ഉറങ്ങുകയാണ്. പുറത്തുനിന്ന് ഒരാൾ വന്നു ഇവരെ കാണാൻ. നിങ്ങൾ നേരെ ചെയ്യേണ്ടത് അടുക്കളയിൽ പോവുക, ഒരു പാട്ട വെള്ളം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. നിങ്ങളെ ബോധം പോയിണ്ടാവും ഇല്ലേ? അവിടെ എന്താ ചെയ്യല്, ഉറങ്ങുന്ന മനുഷ്യനെ എന്ത് ചെയ്യും, വിളിച്ചു നോക്കും. എന്നാ ഈ സാധുവിനെ ചെയ്താൽ മതിയോ? കുഴഞ്ഞു പോണ മനുഷ്യനെ വിളിച്ചു നോക്കിയാൽ പോരെ? അയാളെ റെസ്പോണ്ട് ആവണോ, അയാൾ പ്രതികരിക്കുന്നുണ്ടോ അറിയാൻ അയാൾ എന്ത് ചെയ്താൽ മതി, വിളിച്ചു നോക്കിയാൽ പോരെ. പിന്നെ എന്തിനാ വെള്ളം കൊണ്ടേ കൊടുത്തത്, എന്തിനാ വെള്ളം കുറഞ്ഞ എന്തിനാ അറിയില്ല. ഇനി ബാക്കിയുള്ള വെള്ളമാണ് എന്ത് ചെയ്തത്, കുടിക്കാനും കൊടുത്തത്. അതിനെക്കാട്ടി വലിയ രസമാണ്. ഈ ബോധമില്ലാതെ കിടക്കുന്ന മനുഷ്യന് ശ്വാസം ഉണ്ടായിരുന്നു, നിങ്ങൾ കുടിക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ആ വെള്ളം എവിടേക്കാ പോവാ, എവിടേക്കാ പോവാ, ശ്വാസകോശത്തിലേക്ക് പോകും. ചിലപ്പോൾ ഇയാളെ കൊന്നത് മിക്കവാറും ആരായിരിക്കും അറിയോ? എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു നോക്കാം, ഞാനാണ് അവസാനത്തെ വെള്ളം കൊടുത്തത്. ശരിക്കും അയാളെ കൊന്നിട്ട് പോരുക. ഒരു മനുഷ്യന് ബോധമില്ലായിരുന്നു, അദ്ദേഹം റെസ്പോണ്ട് ചെയ്യാൻ അങ്ങനെ കിടക്കുകയായിരുന്നു, അയാൾക്ക് നല്ല ശ്വാസം കേൾക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഈ സമയത്ത് ഇയാളെ വായിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ എവിടേക്ക് പോയി, ശ്വാസകോശത്തിലേക്ക് പോയി. ഇയാൾ ശരിക്കും ശ്വാസം മുട്ടി മരിച്ചതിന് ഉത്തരവാദിത്വം പൂർണ്ണ ആരാ, ഈ വെള്ളം. എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞെടുക്കുക, ഞാനാണ് ഓനെ അവസാനത്തെ വെള്ളം കൊടുത്തത്. അപ്പോൾ ഇത് മൂന്നും ചെയ്ത് നോക്കട്ടെ. നിങ്ങളിപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ലൊക്കെ എത്തിയല്ലോ, 4ാം ക്ലാസ് മുതൽ ഫസ്റ്റ് എയ്ഡ് പഠിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഈ 3 ഫസ്റ്റ് എയ്ഡ് പഠിച്ച ആൾക്കാരനെ ഒന്ന് കൈവന്തിച്ചാട്ടെ, ഉണ്ടോ? എവിടെയും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ വന്നതാ? റെഡി, ഓക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ തൽക്കാലം ഒഴിവാക്കി. എന്തുകൊണ്ട്? ഇത് 3ഉം എന്തല്ല, ഫസ്റ്റ് എയ്ഡ് എല്ലാം മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെ ചെയ്യണം? ഇതിനു വേണ്ടി മാത്രം നമ്മുടെ ശരീരത്തിൻ്റെ ചെറിയൊരു അനാട്ടമി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ബ്രെയിൻ എവിടെയുള്ളത്? എല്ലാവരും ഒന്ന് ബ്രെയിൻ തൊട്ട് വെക്കട്ടെ, എവിടെയുള്ളതെന്ന് തൊട്ട് പറയും. ഓക്കെ, ബ്രെയിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഒരുപാട് പ്രത്യേകത ഉണ്ട് അല്ലേ? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ? നിങ്ങൾ കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ പറ്റൂല. അതാ ബ്രെയിൻ്റെ വലിയൊരു പ്രത്യേകത. ഇറിവേഴ്സിബിൾ ആണ്, ഇറിക്കവറബിൾ ആണ്. റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത കോശങ്ങളെ കൊണ്ടാണ് എന്തുണ്ടാക്കിയത്, ബ്രെയിൻ ഉണ്ടാക്കിയത്. അപ്പോൾ കേട് വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ വേറെ ആർക്കും കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. ഇയാൾക്ക് പറ്റുമോ? തിരുവനന്തപുരത്തുള്ള നന്ദു എന്ന് പറയുന്ന ഒരു മോൻ്റെ ഹൃദയം എടുത്തു കൊണ്ടുവന്നിട്ടാണ് മെട്രോയിൽ വെച്ചിട്ട് കാസർഗോഡ് സ്വദേശിയെ മറ്റൊരാൾക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഉടമ എന്തായിപ്പോയി? അയാൾക്ക് എന്ത് സംഭവിച്ചതാണ്? അപ്പോൾ ബ്രെയിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഒരു മനുഷ്യന് ബ്രെയിൻ ഡാമേജ് ആകാതെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും. റെഡിയാണോ? എന്നാൽ ഇതിന് കൂടെ പറയാനുള്ളത്, ഈ ബ്രെയിനിന് വരുന്ന ചെറിയൊരു ഡാമേജ്, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ചെയ്യുന്നൊരവസ്ഥക്കാണ് എന്തെന്ന് പറയാം? നിങ്ങൾ പറയോ? ബ്രെയിൻ ഡെത്ത് അല്ല, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ചെയ്യുന്ന അവസ്ഥക്കാണ് സ്ട്രോക്ക്. എന്താ പറയുക? എന്താ സ്ട്രോക്കിന് മലയാളത്തിൽ എന്താ പറയുക? പക്ഷാഘാതം. ഹൃദയാഘാതമല്ല, പക്ഷാഘാതം. എന്താണ്? സ്ട്രോക്ക് സംഭവിച്ച് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഭാഗ്യവാന്മാരങ്ങളൊക്കെ. ഏത് നാട്ടിലും പലരും ഇന്ന് തളർന്ന കിടപ്പിലായതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്നെന്താണ്? സ്ട്രോക്കാണ്. സ്ട്രോക്ക് എവിടെ സംഭവിക്കുന്നതാണ്? ബ്രെയിനിൽ സംഭവിക്കണം. നമുക്ക് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാനുണ്ടോ? ആകെ പഠിച്ച 3 ഫസ്റ്റ് എയ്ഡ് വെള്ളത്തിലായി അല്ലേ? എന്തായിരുന്നു 3 ഫസ്റ്റ് എയ്ഡ്?
എണീപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, വെള്ളം കുടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു, വെള്ളം കുടിക്കാൻ പറ്റി. എന്താ ഇപ്പോൾ ഇയാൾ ചെയ്യുക? അത് പറയാം. അപ്പോൾ അതിലേക്ക് വരികയാണ് സ്ട്രോക്ക് പറഞ്ഞു അല്ലേ. സ്ട്രോക്ക് എന്താണെന്നാ പറഞ്ഞത്? പറയൂ, സ്ട്രോക്ക് എന്താണ്? ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ, ബ്രെയിനിലേക്ക് ബ്ലഡ് പോകുന്ന വഴിയിൽ ചെറിയ ബ്ലോക്ക് വന്നു. ബ്ലോക്ക് വന്നാൽ എന്താ സംഭവിക്കുക? ശേഷമുള്ള ഭാഗത്തേക്ക് എന്ത് പോകില്ല? ബ്ലഡ് പോകില്ല, അവിടെ ഡാമേജ് ആകും. അത് ഏത് മെസ്സേജാണ് കൊടുക്കുന്നത്? അത് മെസ്സേജ് ഇല്ലാതാവും, ചിലത് പൊട്ടിപ്പോകുന്നൊരവസ്ഥ. പക്ഷേ ഇവിടെ സ്ട്രോക്കിനുള്ള വലിയൊരു ഫസ്റ്റ് എയ്ഡ് എന്താണെന്നറിയാം? സംഭവിക്കാൻ പോകുന്നത് സ്ട്രോക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ആര് രക്ഷപ്പെടും? അയാൾ രക്ഷപ്പെടും. എങ്ങനെ സംഭവിക്കാൻ പോകുന്ന സ്ട്രോക്കാണെന്ന് മനസ്സിലാക്കുക. ഒന്ന് എഴുന്നേറ്റ് നാട്ടെ, ഒന്ന് എഴുന്നേറ്റ്. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും കയ്യിലുള്ള എല്ലാ സാധനവും താഴെ വെക്കുക, ഫ്രീ ആയിട്ട് നിൽക്കുക. എഴുന്നേറ്റ് നിന്നോ? റെഡി? നിങ്ങൾ നേരെ ഒന്ന് മുഖാമുഖം തിരിഞ്ഞ് നിൽക്കുക, ഫേസ് ടു ഫേസ്. തൊട്ടടുത്തുള്ള ആളെ മുഖത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുക. ഒന്ന് മുഖാമുഖം തിരിഞ്ഞ് നിൽക്കുക, എന്നിട്ട് ഷെയ്ക്കാന് കൊടുക്കുക അല്ലേ? ഷെയ്ക്കാന് കൊടുക്കുക. ഒന്ന് മുഖത്തൊക്കെ പുഞ്ചിരിച്ച് കൊടുത്താട്ടെ. നിങ്ങളാ സ്ട്രെസ്സൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകും അല്ലേ? സന്തോഷത്തിൻ്റെ ഹോർമോൺ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഹാപ്പി ആയില്ലേ? ആ, ഇനി നിങ്ങൾക്കൊരു ഡ്യൂട്ടി തരാൻ പോകണേ. നിങ്ങൾ ഒരാൾ ഡോക്ടറും ഒരാൾ രോഗിയാണ്. ആ, ജി രോഗിയായിക്കോ, ഞാനാരായിക്കോളാ. എന്നിട്ടാ പോണ വൈക്കൽ തടഞ്ഞു വീണാൽ പറയാം എൻ്റെ കരുന്നാക്കാർ. അപ്പം രോഗികൾ സ്വയം പറഞ്ഞോട്ടെ ഞാൻ രോഗിയായിക്കോളാം. റെഡിയാണോ? റെഡിയായോ? ജോഡി റെഡിയല്ലേ? മാഷ ജോഡി റെഡിയല്ലേ? ഓക്കെ, റെഡി. ഫസ്റ്റ് എയ്ഡ് നമ്മൾ ഒരുപാട് തിയറി പഠിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ മൈൻഡിൽ ഇതുണ്ടായാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, സൈലൻസ് പ്ലീസ്. റെഡിയാണോ? ആർ യു റെഡി? ഒന്നും ആന്ന് പറയാലോ. ആർ യു റെഡി? യെസ്. ആ, നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ രോഗികളല്ലേ, കൈയൊക്കെ താത്തി മിണ്ടാ നടന്നോളി. ഇരിക്കാനായിട്ടില്ല. ഇനി ഡോക്ടർമാർക്കാണ് അടുത്ത ഡ്യൂട്ടി. പറയട്ടെ, ഡോക്ടർമാർ നിങ്ങളെ രോഗികളോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ രോഗികളിലുണ്ടോയെന്ന് നോക്കിയാൽ മതി. മനസ്സിലായോ? ഒന്ന്, നിങ്ങളെല്ലാ രോഗികളോടും ഒന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി പറയൂ. ആ, പുഞ്ചിരിച്ച്. അവിടെ ഡോക്ടറും രോഗിയും കൂടി കെട്ടിപ്പിടിച്ച് ചിരിക്കുന്നതാ. ഡോക്ടറായിട്ട് ആ സ്ട്രോങ് അങ്ങനെ നിന്നോടുക, മസിലൊക്കെ പിടിച്ചോളൂ. ആ, രോഗി പുഞ്ചിരിച്ചാൽ മതി. ഡോക്ടർമാരോടാണ്, നിങ്ങളുടെ എല്ലാ രോഗികളും പുഞ്ചിരിച്ചിട്ടുണ്ടോ? ഡോക്ടർമാർക്ക് ഒരു സ്റ്റാറില്ല. പുഞ്ചിരിച്ചിട്ടുണ്ടോ? യെസ്. ഏതെങ്കിലും രോഗികൾ കൊഞ്ഞലം കാട്ടിയോലുണ്ടോ? അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്. നമുക്ക് ക്ലാസ് കഴിഞ്ഞവരെ കാത്തിരിക്കാൻ സമയമില്ല എന്നർത്ഥം. അടുത്ത പറയട്ടെ, എല്ലാ രോഗികളോടും ആംസ് എയിം ചെയ്യാൻ വേണ്ടി പറയാം. രണ്ട് നിവർത്തി പിടിക്കാൻ വേണ്ടി പറയാം. രണ്ട് കൈകളും ചെസ്റ്റ് ലെവലിൽ നിവർത്തി പിടിക്കുക. രോഗികൾ ഡോക്ടർ പൊന്തിച്ചു കൊടുക്കണ്ട, ഡോക്ടർ തോള് കയറ്റി ഇരുത്തണ്ട, ഫ്രീ ആയിട്ട്. എന്നിട്ട് ഡോക്ടേഴ്സ് രോഗികളെ മുഴുവൻ നോക്കിക്കോളൂ. ഇവരെ കൈകൾ നോക്കണം, മുഖവും നോക്കണം. എല്ലാ രോഗികളും ഒന്ന് കണ്ണടയ്ക്കൂ. കണ്ണടച്ചോ? രോഗികൾ കണ്ണടയ്ക്കുക. ആ, രോഗികൾ ഡോക്ടർ കണ്ണടച്ചാൽ അതൊന്നും കാണൂലല്ലോ. പിന്നെ ഡോക്ടേഴ്സ് നോക്കണം. രോഗികൾ കണ്ണടച്ചോ? ഓക്കെ. രോഗികളോട് ഉച്ചത്തിൽ ഒന്ന് 10 വരെ എണ്ണാൻ വേണ്ടി പറയൂ. ഉറക്കാൻ ഉച്ചത്തിൽ എണ്ണിക്കോളൂ. 10 വരെ എണ്ണിയോ? എവിടെ? 1 കഴിഞ്ഞിട്ട് 10 എണ്ണിയേ. ഞാൻ 1, 2 കഴിഞ്ഞ് 10 കഴിഞ്ഞിട്ട് കഴിഞ്ഞോ? കണ്ണുകൾ തുറക്കുക, കൈകൾ താത്തിടുക. നിങ്ങളെ ബാക്കിലെ ചെയറൊക്കെ ബാക്കിലില്ല, നോക്കിയതിന് ശേഷം അവിടെ ഇരിക്കുക. പെന്നൊക്കെ എടുത്തോണ്ടി, എൻ്റെ മുകളിൽ ഇരിക്കണ്ട. റെഡി? ഫാൻ വന്നിട്ടുണ്ടല്ലോ അല്ലേ? എന്തു മനസ്സിലായി? സ്ട്രോക്ക് തിരിച്ചറിയാൻ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾ? ആദ്യമായിട്ട് എന്താ പറഞ്ഞത്? എഴുന്നേറ്റിക്കാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങളെന്ത് ചെയ്തു എന്നല്ല. ആദ്യമായിട്ട് എന്ത് പറഞ്ഞു? എഴുന്നേറ്റ് നിൽക്കുന്നതോട് കൂടി മക്കളെ ഒരു പരിശോധന കഴിഞ്ഞു. ആർക്കെങ്കിലും ബാലൻസിൻ്റെ പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും ഇങ്ങനെ വീഴാൻ പോകുന്നുണ്ടോ തോന്നലുകളുണ്ടോ? തലമിന് വീഴാൻ പോകുന്ന സാധ്യത. ബി ഫോർ ബാലൻസ്. ബി ഫോർ ബാലൻസ് മറക്കൂലല്ലോ. ബി ഫോർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴുന്ന ആൾക്കാർ ബാലൻസിൻ്റെ പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ കൂടി ആകാം? സ്ട്രോക്കിൻ്റെ ലക്ഷണം കൂടി ആയേക്കാം. രണ്ടാമത് എന്താ പറഞ്ഞത്? മുഖത്തോട് മുഖം നോക്കാൻ പറഞ്ഞു അല്ലേ? മുഖത്തോട് മുഖം
നോക്കാൻ പറ്റും. ആരെങ്കിലും ഇങ്ങനെ നോക്കുന്ന സമയത്ത് വിഷൻ ഡിഫിക്കൽട്ടി എന്നാ, ഒരു അവ്യക്തത, ഒരു ക്ലിയർ ഇല്ല, കാഴ്ചക്ക് എന്തോ ഒരു പ്രയാസം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഡോക്ടറെ അടുത്തേക്കാണ് പോകുക? കണ്ണ് ഡോക്ടറെ അടുത്തേക്ക് പോകാം. കണ്ണ് ഡോക്ടറെ അടുത്ത് നേരെ കൊടുത്തിട്ട് പോകാം. പക്ഷേ ഇതെങ്ങാനും സ്ട്രോക്കിൻ്റെ ലക്ഷണമാണെങ്കിൽ നിങ്ങളെ കൈകളിലുള്ളത് സുരക്ഷിതമായ 3 മണിക്കൂർ സമയമാണ്. അപ്പോൾ ഏറ്റവും നല്ല സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകലാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ? കാഴ്ച, വിഷൻ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ ഇ എന്നുള്ള ലെറ്റർ, ബി ഫോർ ബാലൻസ്, ഇ ഫോർ ഐസ്. പിന്നെന്താ ചെയ്യാൻ പറഞ്ഞേ? പുഞ്ചിരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടി ചോദിച്ചു, ആരെങ്കിലും എന്താ പുഞ്ചിരിക്കലും കൊഞ്ഞലും കാട്ടും നമ്മളെ ബന്ധം? ഒരു മനുഷ്യന് സുന്ദരമായിട്ട് പുഞ്ചിരിക്കലപ്പെടാ അയാളുടെ 2 ചുണ്ടും ഒരേപോലെ പോകുമ്പോഴല്ലേ? അതിലൊന്ന് പോയാലോ? പുഞ്ചിരി എന്ന് പറയല്ല ആരെങ്കിലും, ഇതിനെന്താ പറയല്? അത് സ്ട്രോക്കിൻ്റെ കൂടി ലക്ഷണമാണ്. ഇതൊക്കെ കൂടി പഠിച്ചിട്ട് നാളെ അത്താണിക്കൽ ഒരാൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇടുവാ അങ്ങ് സ്ട്രോക്കാന്ന് പറയാനല്ല പറഞ്ഞത്. അത് ജന്മനാ കൂടിയതാ. ഓനെ പിടിച്ച് ഇനി സ്ട്രോക്ക് 3 മണിക്കൂറേ ഉള്ളൂ, അതിൻ്റെ കാര്യം പോക്കാറ് ഞാൻ പറയും ഞാൻ 30 കൊല്ലമായിട്ട് ഇങ്ങനെയെന്ന് അറിയും. അല്ല, നമ്മൾ ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചൊരു മനുഷ്യന് ഇന്ന് നോക്കിയപ്പോൾ മുഖത്തിന് ചെറിയൊരു കോട്ടം, കൊഞ്ഞലം കാട്ടണ്ടായിട്ട് കുത്തണ്ട, അയാളെ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവയ്ക്കാം. ഫേഷ്യൽ ഡ്രൂപ്പിംഗ്, എഫ് ഫോർ ഫേസ്, എഫ് ഫോർ ഫേസ്, ഫേസിന് ഡ്രൂപ്പ് ഉണ്ടോ നോക്കുക. ബി ഫോർ ഇ ഫോർ ഐ, വാ, എഫ് ഫോർ ഫേസ്, ഫേഷ്യൽ ഡ്രൂപ്പിംഗ് ഉണ്ടോ നോക്കി. പിന്നെന്ത് ചെയ്യാൻ പറഞ്ഞു? ആംസ് എയിം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലേ? 2 കൈകളും ഇങ്ങനെ നിവർത്തി പിടിച്ച സമയത്ത് ആം ഡ്രിഫ്റ്റ് ഡൗൺ, അയാളെ കൈ അയാൾ പോലും അറിയാതെ എന്ത് ചെയ്യുന്നു? ആം വീക്ക്നെസ്, കൈക്ക് ഇങ്ങനെ ഒരു തരിപ്പ് വരുന്നുണ്ട്, ഒരു ബലമില്ലാത്തൊരവസ്ഥ. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണം? സ്ട്രോക്കിൻ്റെ കൂടി ലക്ഷണം, മറ്റു പല അസുഖത്തിൻ്റെ ലക്ഷണമാണ്. ഇനിയിപ്പോൾ ചെയ്യണ്ട, നിങ്ങളെല്ലാവരും ഫ്രീയാ, നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പ്രശ്നമില്ല. ഓക്കെ, ആം വീക്ക്നെസ്. ഇവിടെ നമ്മൾ എ എന്ന ലെറ്റർ, ബി ഫോർ ഇ ഫോർ എഫ് ഫോർ എ ഫോർ ആംസ് എയിം ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു? കണ്ണടച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പറഞ്ഞു? കൗണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലേ? എന്താ കൗണ്ട് ചെയ്യലും സ്ട്രോക്കും നമ്മൾ വ്യത്യാസം അറിയോ? ബന്ധം എന്താ? സംസാരത്തിൽ ആർക്കെങ്കിലും 1 2 3 4 5 6 7 8 9 10 എന്നൊക്കെ എണ്ണിയെങ്കിൽ ഇയാൾ ഇന്നലെ വരെ നല്ലപോലെ എണ്ണിയിരുന്ന മനുഷ്യൻ ഇന്ന് രാവിലെ സംസാരിക്കുമ്പം എന്തോ ഒരു വിക്ക് തോന്നുന്നുണ്ട്. അതെന്താ അറിയോ? നമ്മുടെ നാവിൻ്റെ വലിയൊരു പ്രത്യേകതയാണത്. നാവ് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സുന്ദരമായിട്ട് സംസാരിക്കാൻ പറ്റുക. പല്ല് പറിക്കാൻ പോയി നോക്കിയിട്ടില്ലേ? പോയിട്ടുണ്ടോ? ഒരു ഇഞ്ചക്ഷൻ വെക്കാറുണ്ടോ? ആണ് കുത്തി കഴിഞ്ഞാൽ അല്ലേ? പിന്നെ എന്തൊക്കെയോ സാധനം അവിടെ പോലെ. എന്താണത്? നമ്മൾ ആ മസിലുകൾക്ക് ചെറിയ സ്ലറിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിൽ മനസ്സിലാവും. റെഡിയാണോ? എന്താ ചേർത്ത് വായിക്കുക? ബി ഇ എഫ് എ എസ്, ഒരക്ഷരം കൂടി ഉണ്ട്, ടി. നോ ടൈം ഫോർ ലാക്കിംഗ്. ഈ ലക്ഷണങ്ങൾ 2 2-ലധികം ലക്ഷണം ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതെന്തിൻ്റെ കൂടി ലക്ഷണമാണ്? സ്ട്രോക്കാണ്. ഇയാളോട് പറയാൻ പറ്റുമോ ഞാൻ ഇന്നലെ ക്ലാസ്സിന് കിട്ടിയാൽ എനിക്ക് സ്ട്രോക്ക് ഉറപ്പാന്ന് പറഞ്ഞപ്പോൾ അറ്റാക്ക് ഉണ്ടോ? ഇപ്പോൾ രോഗിനോട് നമ്മൾ പറയണ്ട. പക്ഷേ നമ്മൾ എവിടെ കൊണ്ടുപോകണം? നല്ല സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ന്യൂറോ സർജനൊക്കെ ഉണ്ടെങ്കിൽ, CT സ്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പമായി. എന്ത് നിശ്ചയിക്കാൻ? സ്ട്രോക്ക് ആണെങ്കിൽ ആദ്യത്തെ 3-3.5 മണിക്കൂർ കൊണ്ട് ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇയാൾ രക്ഷപ്പെടും. കിടപ്പിലാകാനുള്ള പലരും കിടപ്പിലായതിന് കാരണം സ്ട്രോക്കിൻ്റെ ലക്ഷണം. ഇന്നലെ ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മാഡം വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഒരു 2 മാസം മുമ്പാണ് ഈ ക്ലാസ്സിൽ ഇരുന്നതെങ്കിൽ എൻ്റെ അച്ഛൻ ഒരിക്കലും കിടപ്പിലായിരുന്നല്ലോ കേട്ടോ. അയാൾ സ്ത്രീ പറഞ്ഞത് എന്താ? ഞങ്ങൾ അച്ഛന് ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കാലിൽ നിന്ന് ചെരുപ്പ് എന്ത് ചെയ്യുന്നു? സ്ലിപ്പായി പോകുന്നു. ആം വീക്ക്നെസ്, മസിലുകളൊക്കെ റിലാക്സ് ആയി പോകുന്നു. കഴിഞ്ഞ ആഴ്ച ഒരാളെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുവന്നിട്ട് അമ്മ ഡോക്ടറോട് പറഞ്ഞു, സാറേ ഇവന് മൊബൈൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല, പിടുത്തം കിട്ടുന്നില്ല. അമ്മ കാരണം പറഞ്ഞു ഇവൻ സിമൻറ്റ് തറയിൽ കിടന്നിട്ടാണ്. ഡോക്ടർ പറഞ്ഞു നോ, നിങ്ങളൊരു MRI എടുത്ത് വരണമെന്നാണ്. MRI എടുത്തപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്. വളരെ നമ്മൾ സിമ്പിളായിട്ട് കാണുന്ന ഈ 5 ലെറ്റർ ഏതൊക്കെയാണ്? ബി ഫോർ ഇ ഫോർ എഫ് ഫോർ എ ഫോർ എസ് ഫോർ സ്പീച്ച്, സംസാരം, സീജ്. ഇതിലേതെങ്കിലും അവ്യക്തതകൾ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാണുന്നുണ്ടെങ്കിൽ നോ ടൈം ഫോർ ലാക്കിങ്. സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലിൽ ഉടനെ കൊണ്ടുപോവുക. ഡോക്ടറോട് പറയാം ഞാൻ ഈ സമയത്താണ് ഇത് കണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ സ്ട്രോക്ക് ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷന് കൂടി അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇവിടെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും ഒരുപാട് ചെയ്യാനുണ്ടോ? ആകെ ചെയ്യാനുള്ളത് ഈ വ്യക്തിയെ ടെൻഷനാക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അയാളെ നമുക്ക് സുന്ദരമായിട്ട് തിരിച്ചു കൊണ്ടുവരും. ക്ലിയർ ആയല്ലോ? ഇപ്പം എന്ത് പഠിച്ചു? സ്ട്രോക്ക് പഠിച്ചു. ഇനിയാണ് CPRലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താ? നമ്മളെ ബ്രെയിനിനുണ്ടാവുന്ന മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, ബ്രെയിനിനുണ്ടാകുന്ന ഡാമേജുകൾ കുറക്കാൻ അതിൻ്റെ കൂടെ പറഞ്ഞതാണ് ഇത്. ഇനി നേരത്തെ നമ്മൾ വെള്ളം കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ അല്ലേ, അയാൾക്ക് എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു? കാരണം എന്താ പറഞ്ഞത്?
ആ വെള്ളം എവിടേക്ക് പോകുന്നു? ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കൾ, പാല് കുടിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ഈ പാല് കുടിക്കുന്ന കുട്ടി പാല് കുടിച്ചുകൊണ്ടിരിക്കെ ഉറക്കത്തിലേക്ക് പോയാൽ ശേഷം വായിലുള്ള പാല് എവിടേക്കാ പോവുക? ഈ കുഞ്ഞുങ്ങളാണ് മുലപ്പാൽ കൊണ്ട് മരണപ്പെട്ടു എന്ന് പറയുന്നതിൽ 90%. കാരണം ഇവർ പാല് കുടിച്ചുകൊണ്ടിരിക്കെ എന്തായിപ്പോയി? ഉറക്കത്തിലേക്ക് പോയി. അതിന് കാരണക്കാരാരാന്നറിയോ? പാല് കൊടുക്കുന്ന. കാരണം എന്താ? പാല് കൊടുക്കുന്നതോട് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? വാവനെ ഉറക്കാനുള്ള മരുന്നല്ല. എന്ത് ആണോ? പാല് കൊടുക്കുന്ന സമയത്ത് ശരിക്കും കുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിക്കും. പ്രായമുള്ള ആൾക്കാർ പറയില്ലേ, കാലിൻ്റെ അടിയിൽ ഇക്ലിയാക്കി കൊടുക്കണം, പിച്ചി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി ശരിക്കും ആക്റ്റീവായിട്ട് വേണം പാല് കുടിക്കാൻ. ഉറക്കത്തിൽ കുട്ടി ഉറങ്ങിപ്പോകുന്നെങ്കിൽ പാല് കൊടുക്കൽ നിർത്തണം. ശരിക്കും പാല് കുടിച്ച് കഴിഞ്ഞ കുട്ടി ഒന്ന് കരഞ്ഞതിന് ശേഷം വേണം എവിടെ കൊണ്ടുപോയി കിടത്താൻ? തൊട്ടി. അടുത്ത് വായിച്ചില്ലേ, ചെറുതിനെ പാല് കൊടുത്ത് തൊട്ടിലേൽ കടത്തി, മൂത്തതിനെ LKG നിന്ന് കൂട്ടി വന്നപ്പോഴത്തേനും തൊട്ടിലേൽ കിടക്കുന്ന പൈതൽ മരിച്ചിട്ടുണ്ട്. കാരണം കിടക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വായിൽ പാലുണ്ടായതാണ്. കാരണം ഉറങ്ങിപ്പോയില്ലേ. അബോധാവസ്ഥയുള്ള ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഉറങ്ങിപ്പോയ ഒരു കുഞ്ഞിന് പാല് വായിലുണ്ടെങ്കിൽ എവിടേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്, കിടന്ന് പാല് കൊടുക്കുന്ന അമ്മമാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചെയ്യരുത് എന്ന് തന്നെ പറയാം. കിടന്ന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 രീതിയിൽ മരണങ്ങൾ സംഭവിക്കാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒന്ന്, അമ്മയുടെ ബ്രസ്റ്റ് കൊണ്ട് പൈതലിൻ്റെ മൂക്കും വായും അടഞ്ഞിട്ട് ശ്വാസം മുട്ടി പൈതങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ശ്വാസം അടഞ്ഞാൽ ഒന്നാമത്തെ അടയാളം എന്താ അറിയങ്ങൾ? ആ കുഞ്ഞിന് പിന്നെ കരയാൻ കഴിയൂല. അതുകൊണ്ടാണ് ഗർഭപാത്രത്തിൽ നിന്നൊക്കെ നമ്മൾ പുറത്തെത്തിയ ഉടനെ ഡോക്ടർ എന്ത് ചെയ്തതറിയോ? കുഞ്ഞ് എന്ത് ചെയ്യണ്ടോ നോക്കി, കരഞ്ഞോ എന്ന്. കരയുക എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ബ്രീത്ത് എടുത്തു, ശ്വാസം എടുത്തു എന്നാണ്. അപ്പോൾ ഒരു കുഞ്ഞ് കരയുന്നില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ എവിടെയാണ് തടസ്സം വന്നത്? അപ്പോൾ നമ്മളെ ബ്രസ്റ്റ് കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ വായും മൂക്കും അടഞ്ഞിട്ടെങ്കിൽ ആ കുഞ്ഞിന് വാവിട്ട് കരയാൻ കഴിയുമോ? ഇല്ല. ഇനി രണ്ടാമത് ഒന്നുകൂടി മനസ്സിലാക്കൂ. ഈ കുഞ്ഞിങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കെ അമ്മ ഉറങ്ങിപ്പോയി. കുഞ്ഞിൻ്റെ വായിൽ വന്ന പാല് കുഞ്ഞ് നല്ല രസകരമായിട്ട് ഇങ്ങോട്ട് ഇറക്കി. ഇനി കുഞ്ഞിന് എന്താ വേണ്ടിയെന്നറിയോ? എളുപ്പം പറയാം. നമ്മൊന്ന് ഉമിനീർ ഇറക്കി നോക്കിയിട്ട് എല്ലാവരും ഇറക്കിയോ? ഉമിനീർ ഇറക്കിയതിന് ശേഷം ബ്രീത്ത് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ശ്വാസം എടുക്കാത്ത? ഒന്നുകൂടി ചെയ്ത് നോക്കൂ. ഇനി അന്ന് കുടിച്ച പാലൊക്കെ ആലോചിച്ച് നല്ല കുടിച്ചു തോന്നാൻ കിട്ടും. വാ ഇറക്കിയോ? ഇറക്കിയ ശേഷം എന്തെടുക്കുന്നുണ്ട്? ശ്വാസം എടുക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി നിങ്ങൾ പൈതലിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അമ്മയുടെ ചാരത്ത് ഇങ്ങനെ ചേർന്ന് കടന്ന് സുന്ദരമായി സ്വാദിഷ്ടമായില്ലേ വലിച്ചു കുടിച്ച പാല്, ഒരു ഇത്തിരി പാലിങ്ങനെ ഇറക്കിയതിന് ശേഷം ഇനി കുഞ്ഞിനെന്താ വേണ്ടത്? ശ്വാസമാ വേണ്ടത്. ഇതിലേക്ക് അമ്മയിൽ നിന്നും എന്ത് കിനിഞ്ഞിറങ്ങി വരികയാണ്? പാല്. ആ കുട്ടി ശ്വാസത്തിന് വേണ്ടി വലിക്കുന്നു. അത് നേരെ എവിടേക്ക് പോകുന്നു? ശ്വാസകോശം. ഈ പൈതലൊന്ന് വാവിട്ട് കരയാൻ കഴിയുമോ? കരയാൻ പോലും കഴിയാതെ പൈതൽ മരിക്കും. ഇനി ഈ കുഞ്ഞ് വളർന്നു വന്നു. ഈ കുഞ്ഞ് വന്നു, ഒരു 6 മാസം പ്രായമായി. എന്താ 6 മാസത്തിൻ്റെ പ്രത്യേകത? എന്താ 6 മാസത്തിന് പ്രത്യേകത? ഇങ്ങനെ കുട്ടികൾ ആരും കണ്ടിട്ടില്ല നിങ്ങൾ? 6 മാസം പ്രായമാകുമ്പോൾ എന്ത് ചെയ്യൽ നമ്മൾ? കുറുക്ക് കൊടുക്കൽ. അതന്നെ. എന്താ കുറുക്ക് കൊടുക്കുക അറിയില്ലേ? മുത്താറി. എന്താ അതിന് പറയലേ? എന്ന് പറഞ്ഞാൽ പാലല്ലാത്ത മറ്റു വസ്തുക്കൾ കൊടുക്കുന്ന സമയം. അത് കൊടുക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ? കാലിൽ മലർത്തി കടത്തി ഒരു സ്പൂണ് കൊടുക്കും, കുഞ്ഞ് നല്ല രസമായിട്ട് കഴിക്കും. രണ്ടാമത്തെ സ്പൂൺ വരും അല്ലേ? അപ്പോഴാണ് സൈദുക്ക പണ്ട് നമ്മൾ ടയറിൻ്റെ ഉള്ളിൽ നിന്ന് ട്യൂബ് ഇങ്ങനെ പൊളിച്ചിന്ന് ലിവറൊക്കെ ഇട്ടിട്ട് എന്നതുപോലെയാണ് പിന്നെ എന്ത് ചെയ്യാനറിയോ? വായ തുറക്കൽ അല്ലേ? അല്ലെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക അറിയോ? അതിലേക്ക് എന്തിട്ട് കൊടുക്കും? ഫുഡ് ഇട്ട് കൊടുക്കും. ഇവൻ നമ്മളായിട്ട് നല്ല വിത്ത്. അവനെന്ത് ചെയ്യുക? നിങ്ങൾ അടുത്തോടത്തൊക്കെ എന്തായി? പുറത്തോട്ട്. അപ്പോഴാണ് ഏറ്റവും ശാസ്ത്രീയമായി അമ്മ പഠിച്ച 3ാമത്തെ ടെക്നിക്ക് ഉണ്ട്. വായ തുറക്കാൻ ഏറ്റവും എളുപ്പം എന്താ അറിയോ? അതന്നെ. എന്ത് ചെയ്യുക? ഇത് രണ്ടും പൊത്തി പിടിച്ചാൽ സയൻസിൽ ഇന്ന് വരെ വിശക്കുന്നു എന്ന് വരെ കണ്ടില്ല. ഇത് രണ്ടും പൊത്തി പിടിച്ചാൽ ശ്വാസം മുട്ടി മരിക്കും നമ്മളെ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇനി ശ്വാസം എടുക്കാൻ ഇനി ഏതാ വഴിയുള്ളത്? കാരണം ഒന്ന് അമ്മ ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ശ്വാസം എടുക്കാൻ എന്താ വഴിയുള്ളത്? വായ. അപ്പോൾ ഈ കുഞ്ഞ് വായ തുറന്നത് എന്തിനാ? ശ്വാസം മുട്ടി മരിക്കാൻ നേരത്ത് ഈ കുഞ്ഞിനോട് തലച്ചോറ് പറഞ്ഞ ഒരൊറ്റ മെസ്സേജ് 2 വഴി തന്നിട്ടുണ്ട്. ഒന്ന് പാര കയ്യിലുള്ളത്, ഒന്ന് അമ്മ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് മരിക്കാതിരിക്കണമെങ്കിൽ ശ്വാസം എടുക്കണേ എന്ത് തുറന്നോ? വായ തുറന്നോ. ഇവിടെ നമ്മളിങ്ങനെ സ്പൂണിൽ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. എന്തിനു വേണ്ടിയിട്ട്? ശ്വാസം കൊടുക്കാനാണോ? അല്ല. അത് നേരെ എങ്ങോട്ട് ഇട്ട് കൊടുക്കും? അതെവിടേക്കാ പോവാ? നേരെ എങ്ങോട്ട് പോകും? ശ്വാസകോശത്തിലേക്ക് പോകും. ഒരു പക്ഷേ മരണം വരെ സംഭവിക്കാം. ചിലപ്പം ഇതെന്ത് ചെയ്യുക? നിങ്ങൾ ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവാൻ തുടങ്ങും. കാരണം ശ്വാസകോശത്തിലേക്ക് ആരേ പോകാൻ പാടുള്ളൂ? ഭക്ഷണോ ഓക്സിജന് പോകണം. അവിടേക്കാണ് എന്ത് പോയത്? പാലും മുത്താരിയും പഞ്ചസാരയൊക്കെ പോയി. അതുകൊണ്ടാണ് പിറ്റേ ദിവസം മുതൽ ചെറിയാപ്പൂവിന് പരിചയമുണ്ടോ? ചീരാപ്പ്. ഇല്ല, ഞാൻ അങ്ങനെ പറയേണ്ട വെച്ചിട്ട്. അതെ, ഇത് എവിടുന്ന് വന്നതാ അറിയോ? ഇതെന്ന് വന്നതാ? ഇന്നലെ മഴ കൊണ്ടിട്ട് അല്ലേ? ജലത്തിന് ദോഷം പിടിച്ചപ്പോൾ ജലദോഷം എന്ന് പേരിട്ടു. അതിനോട് മഴ കൊള്ളൽ നിർത്തിയാൽ ആര് മാറും?
ഇത് ശരിക്കും നമ്മളെ ലങ് ഇൻഫെക്ഷൻ ആയിട്ട് പഴുപ്പ് പുറത്തോട്ട് ഡിസ്ചാർജ് ചെയ്ത് പോരാ. ആരാ ലങ് ഇൻഫെക്ഷൻ ആക്കി കൊടുത്തത്? ഇന്നലെ എന്താ കൊടുത്തത്? ഫുഡൊക്കെ എവിടെ കൊണ്ടുപോയി കൊടുത്തു? വയറിലെത്തിനെങ്കിലും വല്ല എങ്ങനെ ആക്കി കൊടുത്തത് ആരാ? ഇത്തരം അപകടങ്ങൾ നിങ്ങളെ വീടുകളിൽ കാണുന്നുണ്ടെങ്കിൽ നോ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. കഴിയുമോ? ഒന്ന് കൈയടിച്ചാട്ടെ. അതിനൊരു ജീവനില്ലേ? ഓക്കെ, അടിപൊളി.